Welcome to Niels Academy Scientific Officer. Today I'm going to deal with Module 1 of Botany. That is, chapter's name is Phycology. You know, Phycology എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയോ എന്നറിഞ്ഞൂടാ. അപ്പോൾ Phycology എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ആൽഗെ. ഫൈക്കോസ് എന്ന് പറഞ്ഞാൽ ആൽഗെ, ഗ്രീക്ക് ടേം എന്നാണ് ഫൈക്കോസ് ആൽഗെ എന്നുള്ള മീനിങ് വരുന്നത്. ലോഗോസ് മീൻസ് സ്റ്റഡി. അപ്പൊ ആൽഗെ എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്മോൾ പായല് അല്ലെ, വെള്ളത്തിന്റെ മുകളിലെല്ലാം ഇങ്ങനെ കിടക്കുന്നത്. വെള്ളത്തിന്റെ മുകളിൽ മാത്രമല്ല, ഡീപ്പ് ഇന്നർ ബോട്ടത്തിലും മറൈൻ അക്വാട്ടിക് ഹാബിറ്റാറ്റ് ആണ് അതിന്റെ മെയിൻ ആൽഗെ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ നമ്മുടെ സയന്റിഫിക് ഓഫീസർ പോസ്റ്റിലേക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷുവർ ആയിട്ടും ഇതിന്ന് മിനിമം 2 ക്വസ്റ്റ്യൻസ് എങ്കിലും കാണും. കാരണം ഇത് ചെറിയൊരു ടോപ്പിക് ആണെങ്കിലും ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സെൻസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദി ഫോറൻസിക് ബയോളജി. അപ്പം ആൽഗെ നമുക്കിപ്പം എന്താണെന്ന് നോക്കാം. കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ആൽഗെ പലരും പലതരത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ മെയിൻലി ആൽഗെ എന്ന് പറഞ്ഞാൽ ആൽഗെ ദേ ആർ സിമ്പിൾ ക്ലോറോഫിൽ ബിയറിംഗ് പ്ലാന്റ്സ്. പ്ലാന്റ്സ് എന്ന് മുഴുവൻ പറയാൻ ഇറ്റ് ഇസ് നോട്ട് വലിയ പ്ലാന്റ്സ് അല്ല, അതുകൊണ്ട് ഇറ്റ് ഇസ് താലോയിഡ്, ക്ലോറോഫിൽ ബിയറിംഗ് താലോഫൈറ്റ്സ് എന്ന് പറയാം. താലോയിഡ് മീൻസ് ദ പ്ലാന്റ് ബോഡി ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ താലസ് ഓർഗനൈസേഷൻ ആണ് ഇതിൽ കാണുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ആൽഗെ ആർ ഓട്ടോട്രോഫിക്. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ ഈ ക്ലോറോഫിൽ ബിയറിംഗ് ഫോട്ടോസിന്തറ്റിക് ഫോംസ് ആണ് ആൽഗെ. അപ്പൊ ഇതിൽ ക്ലോറോഫിൽ പ്രസന്റ് ആണ്, ഫോട്ടോസിന്തസിസ് നടത്തുന്നുണ്ട്. ആൻഡ് ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ക്ലോറോഫിൽ AB എന്ന് പറയുന്ന പച്ച കളറുള്ള സാധനം മാത്രമല്ല കാണുന്നത്, പല ടൈപ്സ് ഓഫ് ക്ലോറോഫിൽ കാണുന്നുണ്ട്. സോ ഇറ്റ് ഇസ് മെയിൻലി ഓട്ടോട്രോഫിക് ആൻഡ് aquatic in the sense that is fresh water and marine forms of algae ആണ് കാണുന്നത്. അപ്പൊ ആൽഗയുടെ ക്യാരക്ടേഴ്സ് ചോദിച്ചാൽ പറയാൻ അറിയണം. they are chlorophyll bearing thallophytes and they are aquatic ആണ്, ഓട്ടോട്രോഫിക് ആണ്. അപ്പൊ ഇത് എവിടെയാ കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതായത് ഇതിന്റെ ഹാബിറ്റാറ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദേ ആർ അക്വാട്ടിക് എന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടർ ഫോംസ് ഉണ്ട്, മറൈൻ ഫോംസ് ഉണ്ട്. പിന്നെ മാത്രമല്ല ഈ ആൽഗെ എന്ന് പറയുന്നത് മോസ്റ്റ്ലി എല്ലായിടത്തും കാണും. അതിന്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഈ അക്വാട്ടിക് ആണെങ്കിലും തന്നെ ദേ ആർ ഇൻഹാബിറ്റിംഗ് ഇൻ വൈഡ് വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സ്. അതായത് മരത്തിന്റെ മുകളിൽ കാണാൻ പറ്റും, പാറയുടെ പുറത്ത് കാണാൻ പറ്റും, മോയിസ്റ്റ് സോയിലിൽ കാണാൻ പറ്റും, ഫ്രഷ് വാട്ടർ, സ്നോയിൽ, ഈവൻ സ്നോ. പിന്നെ അതുപോലെ ജീവനുള്ള ആനിമൽസിന്റെ മുകളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ആയിട്ട് അസോസിയേഷൻ ആയിട്ട് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ലൈക്കൻസിന്റെ മുകളിൽ. പിന്നെ അതുപോലെ സ്ലോത്ത് ബിയർ എന്ന് പറയുന്നത് ഈ മഞ്ഞ് പ്രദേശത്തുള്ള ബിയർ ആണ്. അതിന്റെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ആൽഗയാണ് ക്ലഡോണിയ റാഞ്ചിഫറ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, അത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്നതാണ്. ഈ ക്ലഡോണിയ റാഞ്ചിഫറ എന്ന് പറയുന്ന സ്ലോത്ത് ബിയറിൽ കാണുന്ന ആൽഗെ. ആൻഡ് മോസ്റ്റ്ലി ദീസ് ദാറ്റ് ഈസ് ഇത് ആൽഗെ നമുക്ക് ഇപ്പൊ ഗ്രീൻ പ്ലാന്റ്സിനേക്കാളും ഇതിന്റെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് കൂടുതൽ നടത്തുന്നത് ആൽഗയാണ് മോസ്റ്റ്ലി. അതായത് ഡയറ്റംസ് നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഡയറ്റംസ് ദേ ആർ മോസ്റ്റ് ഫോട്ടോസിന്തസിസ്. അപ്പം ആമസോൺ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന അതിന്റെ പോപ്പുലേഷൻ എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് അതിന്റെ ഏരിയ. അപ്പൊ അതിനേക്കാളും ഫോട്ടോസിന്തസിസ് ചെയ്യുന്നതാണ് ഡയറ്റംസ് എന്ന് പറയുന്ന ഈ ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ മറൈൻ ഫോംസിലൊക്കെ കാണുന്ന ആൽഗെ. അപ്പം മറൈൻ ഫോംസ് ഓഫ് ആൽഗേനെ മെയിൻലി സീവീഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഫ്രഷ് വാട്ടർ ഫോംസ് ഓഫ് ആൽഗെ ധാരാളം ഉണ്ട്. അതിപ്പം നമുക്ക് അതിന്റെ ക്ലാസിഫിക്കേഷനും അതിന്റെ താലസ് ഓർഗനൈസേഷനും പഠിക്കുമ്പം പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് unicellular microscopic forms of algae and mostly example is Chlamydomonas. Chlamydomonas ചോദിക്കുന്നതാണ്. അതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കപ്പ് ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ് ആണ് അതിൽ കാണുന്നത്. പിന്നെ കൊളോണിയൽ ഫോംസ് ഓഫ് ആൽഗെ, കോളനി, അതായത് സിംഗിൾ ഒറ്റയ്ക്കല്ല ഇത് കാണുന്നത്, എല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒരു കോളനി ആയിട്ടുണ്ട്. പിന്നെ കോളനി എല്ലാം കൂടെ ചേർന്ന് ഒരു മദർ കോളനി ഉണ്ടാവും. അങ്ങനെ ഒരു ബോൾ ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്തിട്ടാണ് ഇവര് ജീവിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് വോൾവോക്സ്. സോ വോൾവോക്സ്,
ക്ലമഡോമോണസ് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആണ്. കപ്പ് ഷേപ്പ് ക്ലോറോപ്ലാസ്റ്റ് ആണ് അതിൽ കാണുന്നത്. ആൻഡ് വോൾവോക്സ്. ദെൻ നെക്സ്റ്റ് ഇസ് ഫിലമെന്റസ് ആൽഗെ. an എക്സാമ്പിൾ ആണ് യൂളോത്രിക്സ് ആൻഡ് സ്പൈറോഗൈറ. യൂളോത്രിക്സ് ആൻഡ് സ്പൈറോഗൈറ. അപ്പൊ ഈ മൂന്ന് ദാറ്റ് ഈസ് ക്ലമഡോമോണസ്, വോൾവോക്സ്, യൂളോത്രിക്സ് ആൻഡ് സ്പൈറോഗൈറ. അപ്പൊ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ആൽഗയുടെ പേരാണ്. ഇതിൽ ആൽഗെ എന്ന് പറയുന്നത് കുറെ ടേംസ് ഇതുപോലെ ഉണ്ട്. ചിലപ്പം നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഇതിന് മുന്നേ ഒക്കെ ഇങ്ങനെ ഒന്ന് പഠിച്ചു പോയിട്ടേ ഉണ്ടാവുള്ളൂ. എന്നാലും ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഓർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നോക്കാം ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ആൽഗയുടെ അല്ലെങ്കിൽ മറ്റ് ഏതാണെങ്കിലും ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഒരു ദിസ് എന്താ സയന്റിഫിക് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഇപ്പം പ്ലാന്റ്സ് ആണെങ്കിലും ആനിമൽസിനെ ആണെങ്കിലും അതിനെ ബേസ്ഡ് ഓൺ സർട്ടൻ ക്രൈറ്റീരിയാസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ തന്നെ ആൽഗേനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആൽഗൽ ടാക്സോണമിസ്റ്റ് ആണ് ഈ ആൽഗേനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ വേരിയസ് സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് ഇപ്പൊ ഇവിടെ പഠിക്കാനുള്ളത് സ്മിത്തിന്റെ ക്ലാസിഫിക്കേഷനും ഫ്രിഷിന്റെ ക്ലാസിഫിക്കേഷനുമാണ് ഉള്ളത്. അപ്പൊ ഈ ആൽഗെ ഇപ്പം തന്നെ പറഞ്ഞിരുന്നു, കുറെ ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഏതർ ബേസ്ഡ് ഓൺ ഏത് സിംഗിൾ ക്യാരക്ടർ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ആൽഗേനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മോസ്റ്റ്ലി എല്ലാ ആൽഗൽ ടാക്സോണമിസ്. അപ്പൊ അതിൽ ക്ലാസിഫിക്കേഷന് കൺസിഡർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ് ഒന്ന് പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, കളർ അബ്സോർബിങ് സബ്സ്റ്റൻസസ് ആർ നോൺ ആസ് പിഗ്മെന്റ്സ്. അപ്പൊ ഈ പിഗ്മെന്റ്സിന്റെ ദാറ്റ് ഈസ് പ്രസൻസ് ഏത് ടൈപ്പ് ഓഫ് പിഗ്മെന്റ്സ് ആണ് അതിൽ കാണുന്നത് അതിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ അതിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് എക്സ്റ്റേണൽ ഫോം, വെദർ ഇറ്റ് ഇസ് യൂണിസെല്ലുലാർ, വെദർ ഇറ്റ് ഇസ് മൈക്രോസ്കോപ്പിക്, വെദർ ഇറ്റ് ഇസ് ഫ്ലജെല്ലേറ്റഡ് ഓർ മാക്രോസ്കോപ്പിക്, അങ്ങനെ. പിന്നെ അതുപോലെ ക്രൊമാറ്റോഫോറിന്റെ ഷേപ്പ് എന്ന് വെച്ചാൽ റൈറ്റ് what type of chromatophore is present in a particular type of algae, അതനുസരിച്ചിട്ട് ആൽഗേനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്രൊമാറ്റോഫോർ എന്ന് പറയുന്നത് ഒന്നുമല്ല, ലൈറ്റ് റിഫ്ലക്റ്റിംഗ് പിഗ്മെന്റ് ആണ്. ഓരോരോ ദാറ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് പല ആൽഗയിൽ പല ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഫോർ ആയിരിക്കും കാണുന്നത്. അത് ചിലപ്പോൾ കപ്പ് ഷേപ്ഡ് ആയിരിക്കും, റിബൺ ഷേപ്ഡ് ആയിരിക്കും, സ്റ്റെല്ലേറ്റ് ആയിരിക്കും, സ്റ്റെല്ലേറ്റ് സ്റ്റാർ ഷേപ്ഡ് ആയിരിക്കും, സ്പൈറൽ ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ ക്രൊമാറ്റോഫോറിന്റെ ഷേപ്പ് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് ദിസ് ആൽഗേനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ ദി പ്രസൻസ് ഓഫ് റിസർവ് ഫുഡ് മെറ്റീരിയൽ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓരോരോ ക്ലാസിഫിക്കേഷനിൽ പ്രത്യേക തരം റിസർവ് ഫുഡ് മെറ്റീരിയൽസ് കാണുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് നോക്കാം ഏതൊക്കെയാണ് റിസർവ് ഫുഡ് മെറ്റീരിയൽ ഇമ്പോർട്ടന്റ് ആണ്, ഏത് ആൽഗയിൽ ഏത് റിസർവ് ഫുഡ് മെറ്റീരിയൽ ആണ് കാണുന്നത് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഇസ് ഫ്ലജല്ല എന്ന് പറഞ്ഞാൽ ഈ ആൽഗയിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ലോക്കോമോട്ടൈൽ സ്ട്രക്ചറിനെയാണ് ഈ ഫ്ലജല്ല. ഈ ഫ്ലജല്ലയുടെ ടൈപ്പ്, വാട്ട് ടൈപ്പ് ഓഫ് സിൻസ് ദിസ് താലസ് ഓർഗനൈസേഷൻ പറയുമ്പോൾ ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ആൻഡ് ദെൻ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫ്ലജല്ലയാണ്, എത്ര എണ്ണം ഉണ്ട്, എവിടെയാണ് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അത് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്, അതനുസരിച്ചിട്ട് ആൽഗേനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ ദി സെൽ വാൾ, വെദർ ഇറ്റ് ഇസ് മൈക്രോസ്കോപ്പിക് ആൻഡ് വാട്ട് കെമിക്കൽ കമ്പോസിഷൻ. അതായത് സൈനോഫൈസിയിലെ സെൽ വാൾ ബ്ലൂ ഗ്രീൻ ആൽഗയിലെ, ദാറ്റ് ഇസ് ബ്ലൂ ഗ്രീൻ ആൽഗയിലെ സെൽ വാൾ ആയിരിക്കില്ല മൈക്രോസ്കോപ്പിക് ആൽഗയിലുള്ള സെൽ വാൾ. അപ്പൊ അങ്ങനെ ഈ സെൽ വാളിന്റെ ടൈപ്പ്, അതിന്റെ കമ്പോസിഷൻ അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഇസ് പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് ന്യൂക്ലിയസ്, ദാറ്റ് ഇസ് പ്രൊകാരിയോട്ടിക് ആൽഗെ ഉണ്ട്. അതുപോലെ തന്നെ മോസ്റ്റ്ലി യൂകാരിയോട്ടിക് ആയിട്ടുള്ള ആൽഗെ ആണ് ഉള്ളത്. ദെൻ മീസോകാരിയോട്ടിക്, അങ്ങനെ ബേസ്ഡ് ഓൺ ദി പ്രസൻസ് ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ക്രോമസോംസിന്റെ നമ്പർ, അറേഞ്ച്മെന്റ്, ഷേപ്പ് അതനുസരിച്ചിട്ട്. Then next important criteria for the classification is based on the life history, reproduction, whether it is undergoing sexual reproduction, asexual reproduction, sexual തന്നെ isogamy, anisogamy, higher forms like advanced forms of reproduction നടക്കുന്നുണ്ട്. അപ്പൊ ഈ ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണ് ആൽഗേനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. Then
ആൽഗൽ ഫിസിയോളജി, അതുപോലെ തന്നെ എവിടെയാണ് വളരുന്നത് മുന്നേ പറഞ്ഞിരുന്നു. എക്കോളജിക്കൽ മറൈൻ അതിന്റെ ഹാബിറ്റാറ്റ് അനുസരിച്ചിട്ട് കൂടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, then next is there are different schools of thoughts for algal classification. അപ്പൊ അതായത് മെയിൻലി 2 സ്കൂൾ ഓഫ് തോട്ടുകളാണ് ഉള്ളത് ആൽഗേനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിലെ ഒരു സ്കൂൾ ഓഫ് തോട്ടിലാണ് നമ്മുടെ സ്മിത്തിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ആൻഡ് ഇൻ സെക്കൻഡ് സ്കൂൾ ഓഫ് തോട്ടിലാണ് ഫ്രിഷിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ആൻഡ് ദിസ് ക്ലാസിഫിക്കേഷൻ is mainly based on the ICBN, ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ എന്ന് പറയുന്നത് ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്മളിപ്പോൾ ഫംഗൈനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ അതുപോലെ തന്നെ ആൽഗയുടെയും പല സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആൻഡ് ഈ ദീസ് കാറ്റഗറീസ് കൺസിഡേർഡ് ഇൻ ദി ആൽഗൽ ക്ലാസിഫിക്കേഷൻ. ആൽഗൽ ക്ലാസിഫിക്കേഷനിൽ ദി കാറ്റഗറീസ് എന്ന് പറയുന്നത് ഡിവിഷൻ, ക്ലാസ്, സബ് ക്ലാസ്, ഓർഡർ, സബ് ഓർഡർ, ഫാമിലി ആൻഡ് സബ് ഫാമിലി. സബ് ഫാമിലി ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ ജീനസ് ആൻഡ് സ്പീഷ്യസ്, ബേസിക് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. അത് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ആൻഡ് അപ്പം ഈ ഡിവിഷന്റെ സഫിക്സ് എന്ന് പറയുന്നത് ഫൈറ്റയാണ്. ആൻഡ് ക്ലാസിന്റെ സഫിക്സ് എന്ന് പറയുന്നത് 5CA. ഇതാണ് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യേണ്ട കാര്യമുള്ളത്. അപ്പൊ ഡിവിഷന്റെ എന്തെന്നാണ് ഫൈറ്റ, ആൻഡ് ക്ലാസിന്റെ സഫിക്സ് ആണ് 5CA. ഓക്കെ, ആൻഡ് അപ്പം ഈ 5CA, അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഡിവിഷൻ, ക്ലാസ്, സബ് ക്ലാസ്, ഓർഡർ, സബ് ഓർഡർ, ഫാമിലി, സബ് ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷ്യസ്. അപ്പൊ ദിസ് ഇസ് ബേസ്ഡ് ഓൺ ദി ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആണ് ഈ സ്പെസിഫിക് ആയിട്ടുള്ള സഫിക്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ ആരായിരുന്നു? ഇന്റർനാഷണൽ കോഡ് ഫോർ ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആണ് ഈ സഫിക്സ് അസൈൻ ചെയ്തിരിക്കുന്നത് to each categories mentioned here. അപ്പം ഈ ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ഇപ്പം ഷെൻസൺ കോഡിൽ, അതായത് 2018 നടന്ന ഷെൻസൺ കോഡിൽ ഇറ്റ് ഈസ് റീനെയിംഡ് ആസ് ICN ഫോർ ദാറ്റ് ഈസ് ഇന്റർനാഷണൽ കോഡ് ഫോർ നോമൻക്ലേച്ചർ ഇന്റർനാഷണൽ കോഡ് ഫോർ നോമൻക്ലേച്ചർ ഓഫ് ഫോർ ആൽഗെ, ഫംഗൈ ആൻഡ് പ്ലാന്റ്സ്, അതായത് ICN ആണ് മാറിയിരിക്കുന്നത് 2018. അത് ടാക്സോണമിയിൽ പറയാനുള്ളത്. ഇപ്പൊ ഞാൻ ICBN പറഞ്ഞപ്പോ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ അപ്പം ICBNന്റെ ആണ് ഈ സഫിക്സ് അസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരുന്നു. 8-9 ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ടാണ് ആൽഗൽ ടാക്സോണമിസ്റ്റ് ദിസ് പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ഈ താലോയിഡ് ഫോംസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതായത് ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ സെവറൽ ഫീച്ചേഴ്സ്. അതിന്റെ ഫോം എങ്ങനെയാണ്, ഷേപ്പ് എങ്ങനെയാണ്, പിഗ്മെന്റ് എങ്ങനെയാണ്, കെമിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണ്, ദെൻ ഫ്ലജല്ല, സെൽ വാള്, അങ്ങനെയുള്ള സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽസ്, റീപ്രൊഡക്ഷൻ, ലൈഫ് ഹിസ്റ്ററി, ഈ ടൈപ്പ് ഫിസിയോളജിക്കൽ ആൻഡ് എക്കോളജിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ അനുസരിച്ചിട്ടാണ് ആൽഗേനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദർ ആർ മെയിൻലി 2 സ്കൂൾ ഓഫ് തോട്ട്സ്. ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ എത്ര തോട്ട്സ് ഉണ്ട്? 2 സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. അതിലെ ഒരെണ്ണമാണ് ദാറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ പാസ്ചർ, അതായത് സ്മിത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട്. അപ്പൊ ഇതിൽ സ്മിത്ത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിന്റെ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ദിസ് ആൽഗെ ഈ കാറ്റഗറി ഡിവിഷൻ എൻഡ്സ് ഇൻ ദ സഫിക്സ് phyta, PHYTA. Okay, but it is algae should be divided first into several phyta ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പം that is the divisions chlorophyta, cyanophyta, phaeophyta, rhodophyta, അങ്ങനെയുള്ള several phytas കാണുന്നുണ്ട്. ഈ that is algae എന്താണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, several phytas ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പം പിന്നെ ഈ division is again classified into different classes, and classes ends in the suffix 5CA. 5CA, അപ്പം ഈ 5CA ഇൻക്ലൂഡ്സ് ഇപ്പൊ ക്ലോറോഫൈറ്റ ഡിവിഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ക്ലോറോഫൈറ്റ ഡിവിഷനിൽ വരുന്ന ക്ലാസ് ആണ് ക്ലോറോഫൈസിയെ. ഫിയോഫൈറ്റയിലെ ഫിയോഫൈസിയെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ സ്മിത്തിന്റെ ക്ലാസിഫിക്കേഷനിൽ ദിസ് ആൽഗെ ക്ലാസിഫൈഡ് ഇൻ ടു ഡിവിഷൻ which ends in the suffix phyta, and into the class which ends in the suffix 5CA.
ഓക്കെ, അങ്ങനെയാണ് സ്മിത്തിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് സെക്കൻഡ്, അക്കോർഡിംഗ് ടു സെക്കൻഡ് സ്കൂൾ ഓഫ് തോട്ട്, സെക്കൻഡ് സ്കൂൾ ഓഫ് തോട്ടില് പറയുന്നത്, അതിലാണ് നമ്മുടെ ഫ്രിഷ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ആൽഗോളജിസ്റ്റ്, ബയോളജിസ്റ്റ് ആണ്. ഇപ്പോൾ ഫ്രിഷിന്റെ ക്ലാസിഫിക്കേഷൻ സെക്കൻഡ് വ്യൂവിലാണ് പെടുന്നത്. അറ്റ് ഈസ് ഹിയർ ദ സയന്റിസ്റ്റ്, ഈ ഫ്രിഷും ആ തോട്ടിന് അഗ്രി ചെയ്യുന്ന സയന്റിസ്റ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അവർ പറയുന്നത് എങ്ങനെയാണ്, ആൽഗെ എന്ന് പറയുന്നത് ഇറ്റ് സെൽഫ് ക്യാൻ ബി കൺസിഡേർഡ് ഓർ ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് ഈക്വലന്റ് ടു എ ഡിവിഷൻ. അപ്പൊ ആ ആൽഗേനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് ഡിവിഷൻ ആക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ആൽഗൻ എന്തെന്നാ പറയുന്നത്, ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ഓർ ഇറ്റ് ഇസ് ഇക്വാലന്റ് ടു എ ഡിവിഷൻ. അപ്പൊ ഇത് ഒരു ഡിവിഷനെ ഇക്വാലന്റ് ആയതുകൊണ്ട് ഇതിനെ വീണ്ടും നമുക്ക് ഡിവിഷൻ ആയിട്ട് ക്ലാസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, കാറ്റഗറൈസ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ഫ്രിഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫ്രിഷിന്റെ ക്ലാസിഫിക്കേഷനിൽ ദർ ഇസ് നോ ഡിവിഷൻ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ഫ്രിഷിന്റെ ക്ലാസിഫിക്കേഷനിൽ ഡിവിഷൻ ഇല്ല. സ്മിത്തിന്റെ ക്ലാസിഫിക്കേഷനിൽ ഡിവിഷൻ ഉണ്ട്, ദാറ്റ് എൻഡ്സ് ഇൻ ഫൈറ്റ, ആൻഡ് ക്ലാസ് ഉണ്ട്, ദാറ്റ് എൻഡ്സ് ഇൻ പൈസിയെ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ആൻഡ് ഫ്രിഷിന്റെ ക്ലാസിഫിക്കേഷനിലാണെങ്കിൽ ഹിയർ ദർ ഇസ് നോ ഡിവിഷൻ ബിക്കോസ് ആൽഗെ ഇറ്റ് സെൽഫ് ക്യാൻ ബി ഈക്വലന്റ് ടു എ ഡിവിഷൻ. അപ്പൊ അത് ഡിവിഷൻ ആയതുകൊണ്ട് ഇവിടെ ഈ ഇറ്റ് ഈസ് ഡയറക്ട്ലി ഡിവൈഡഡ് ഇൻ ടു ക്ലാസസ്, നോട്ട് ഇൻ ടു മെനി ഡിവിഷൻസ്. അവിടെ ഫൈറ്റ ഇല്ല. സോ ഫൈറ്റ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഫ്രിഷിന്റെ ക്ലാസിഫിക്കേഷനിൽ കാണുന്നില്ല. അപ്പൊ നമുക്ക് കുറച്ച് സൈനോഫൈറ്റ, സൈനോഫൈസിയെ, ദെൻ റോഡോഫൈറ്റ, ബെസീഡിയോ, ദാറ്റ് ഇസ് ഫിയോഫൈറ്റ, അങ്ങനെയുള്ള 4 ഓപ്ഷൻസ് തന്നിട്ട് അപ്പൊ അതിൽ ഏതാണ് ഫ്രിഷിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ യു ഹാവ് ടു റൈറ്റ് ഫൈസിയെ എന്നുള്ള എൻഡ് ചെയ്യുന്ന ക്ലാസ്സസ് ഉള്ളതായിരിക്കും ആൻസർ. ഓക്കെ, അപ്പം ഇവിടെ എപ്പോഴും ഫൈറ്റ് എന്നുള്ള എൻഡ് ചെയ്യുന്ന ഡിവിഷൻ കാണില്ല ഫ്രിഷിന്റെ ക്ലാസിഫിക്കേഷനിൽ. ഓക്കെ, അപ്പം എങ്ങനെയായിരുന്നാലും അപ്പൊ ഈ സപ്പോർട്ടേഴ്സ് ഓഫ് ഫസ്റ്റ് വ്യൂ ഫൈറ്റ എന്ന് പറയുന്ന ആൾക്കാര് ആൽഗനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ബേസ്ഡ് ഓൺ ഡിഫറെന്റ് പിഗ്മെന്റ്സ്. അപ്പൊ ഈ ഓരോരോ ഡിവിഷനിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പിഗ്മെന്റ്സ് ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. ആൻഡ് ദ പ്രോഡക്ട്സ്, ദാറ്റ് ഈസ് പ്രോഡക്ട്സ് ഓഫ് ഫോട്ടോസിന്തസിസ്, മെയിൻലി സ്റ്റാർച്ചും അതുപോലെ റിസർവ് ഫുഡ് മെറ്റീരിയൽസും എല്ലാം തന്നെ ഓരോരോ ഡിവിഷനിലും വ്യത്യസ്തമായിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ, അതിൽ തന്നെ ഇപ്പൊ ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോമൺ ആണ്. ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് അതിന്റെ കളർ ഗ്രീൻ കളർഡ് ആയിരിക്കും. ഇപ്പൊ മോസ്റ്റ്ലി എല്ലാ ഗ്രീൻ പ്ലാന്റ്സിലും, അതുപോലെ തന്നെ ആൽഗെ, മോസ്റ്റ് ഓഫ് ദ ആൽഗെയും ഗ്രീൻ കളർഡ് ആണ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് ക്ലോറോഫിൽ എ. ആൻഡ് സോ it has got a common origin from a common source. ഓക്കെ, അപ്പൊ അത് പറയുന്നത് ഇതെല്ലാ ഗ്രൂപ്പിലും ഒരേപോലെ തന്നെ ഈ ക്ലോറോഫിൽ എ പ്രസന്റ് ആണ്. പിന്നെ ഇന്റേണൽ സ്ട്രക്ചർ ഫ്ലജല്ലയുടെ സ്ട്രക്ചർ, അതിന്റെ പൊസിഷൻ, ഇന്റേണൽ സ്ട്രക്ചർ അത് സിമിലർ ആണ്. ഓക്കെ, ദെൻ അതുപോലെ അസിമിലേഷൻ, ദ പ്രോഡക്റ്റ് ഓഫ് അസിമിലേഷൻ നടക്കുന്ന പ്രോസസ്സ് സെയിം ആണെങ്കിലും പ്രോഡക്ട്സ് വ്യത്യസ്തമായിട്ടായിരിക്കും പല പല ഡിവിഷനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. Okay, methods of reproduction are also common in this division. Then അപ്പൊ ഇതാണ് ഫസ്റ്റ് വ്യൂവിന്റെ ക്യാരക്ടേഴ്സ്. അവര് ബേസ്ഡ് ഓൺ ദീസ് ക്യാരക്ടേഴ്സ് ദേ സപ്പോർട്ടഡ് ദാറ്റ് the algae can be divided into division, and again that division can be categorized into classes. Okay, then next class in the classification proposed by Frisch, Felix Eugen Frisch എന്നാണ് പറയുന്ന ആളുടെ full name. He is a British biologist, and he classified algae, and it is represented in the book The Structure and Reproduction of Algae. ഈ ബുക്കിലാണ് ഈ ക്ലാസിഫിക്കേഷൻ ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്നത്. Okay, here and then Frisch defined how the algae are chlorophyll bearing autotrophic thallophytes bounded by a
cell wall made up of pure or mixed carbohydrate. ഇങ്ങനെയാണ് ഫ്രഷ് ആൽഗേനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്ലോറോഫിൽ പ്രസന്റ് ആണ്, ഓട്ടോട്രോഫിക് ആണ്, ദാറ്റ് മീൻസ് ദേ ക്യാൻ ഡു ഫോട്ടോസിന്തസിസ് ആൻഡ് സിന്തസിസ് their own food, and they are thalophytes, and they are bounded by a definite cell wall ഉണ്ട്, and that cell wall ഉണ്ടെങ്കിലും തന്നെ അതെങ്ങനെയാണ്, it is made up of pure or mixed type of carbohydrate. But this is the definition given by Frisch in his book The Structure and Reproduction of Algae. And വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, most of the algae are aquatic. Okay. ഇത്രയും പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഫ്രിഷിന്റെയും സ്മിത്തിന്റെയും ക്ലാസിഫിക്കേഷൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്മിത്ത് ഡിവിഷനും ക്ലാസ്സും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫ്രിഷ് ആണെങ്കിൽ ഡയറക്ട്ലി ഡിവൈഡഡ് ഇൻ ടു ക്ലാസ്സസ് ദാറ്റ് എൻഡ്സ് ഇൻ പൈസിയെ. ഇനി ഫ്രിഷ് ഹൗ ഹി അല്ലെങ്കിൽ ക്ലാസിഫൈഡ് അല്ലെങ്കിൽ ഹി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ സർട്ടൻ ക്രൈറ്റീരിയാസ്. ആര് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിലും ആൽഗേനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് പിഗ്മെന്റും അതുപോലെ റിസർവ് ഫുഡ് മെറ്റീരിയൽസും നോക്കാറുണ്ട്. ആൻഡ് ഫ്ലജലേഷൻ ആൻഡ് ദ presence and absence of nucleus. ന്യൂക്ലിയസ് ചിലതിൽ കാണും, ചിലയിൽ മോസ്റ്റ്ലി എല്ലാത്തിലും ഉണ്ട്. ദാറ്റ് ഈസ് യൂക്കാരിയോട്ടിക് ഫോംസിൽ എല്ലാത്തിലും ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ഇൻ സം കേസ് ഫൈനലി പറയുന്നതിൽ മിക്സോഫൈസിയിലൊന്നും ന്യൂക്ലിയസ് ഇല്ല. അത് ബ്ലൂ ഗ്രീൻ ആൽഗയുടെ ക്യാരക്ടറാണ്. അപ്പോൾ അതിൽ അപ്പോൾ ഹി കൺസിഡർ ദ ആബ്സെൻസ് ഓഫ് ന്യൂക്ലിയസ്, പ്രസൻസ് ഓഫ് ന്യൂക്ലിയസ് ഉണ്ടോ ഇല്ലയോ, ദെൻ അതിൻ്റെ റീപ്രൊഡക്ഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഫ്രിഷ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫ്രിഷ് ക്ലാസിഫൈഡ് ദ ആൽഗെ ഇൻടു 11 classes ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസിഫൈഡ് into 11 classes. And അതില് first one is class Chlorophyceae. Chlorophyceae, it is also known as green algae. Green algae എന്നാണ് പറയുന്നത് Chlorophyceae, and it is again subdivided into 9 orders. And the next one is Xanthophyceae. It is also known as Heterochontae or yellow green algae. Yellow green algae, it is divided into 4 orders. And Chrysophyceae, it is also known as golden brown algae. Golden brown അല്ലെങ്കിൽ orange algae എന്ന് പറയുന്നത് Chrysophyceae. ഗോൾഡൻ ബ്രൗൺ ആൽഗെ എന്ന് പറയുന്ന ക്രൈസോഫൈസേനും പറയുന്നുണ്ട്, ബാസിലേരിയോഫൈസേനും പറയുന്നുണ്ട്. ക്രൈസോഫൈസയിൽ കുറച്ച് ഓറഞ്ച് ഗോൾഡൻ കളറായിരിക്കും കാണുന്നത്. ആൻഡ് ബാസിലേരിയോഫൈസിയെ എന്ന് പറയുന്നത് ഹിയർ മോസ്റ്റ്ലി ഇറ്റ് ഇസ് ഇൻക്ലൂഡഡ് ഡയറ്റംസ് ഒക്കെ ബാസിലേരിയോഫൈസയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ബാസിലേരിയോഫൈസിയെ ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 2 orders. The next is Cryptophyceae. Mostly these are brown colored ആയിരിക്കും. Then next is Dinoflagellates. Include ചെയ്തിരിക്കുന്ന Dinoflagellae. It is classified into 6 orders. Then Chlorobonidae, it's bright green colored and it is divided into single order. And Eugleniophyceae, അതൊരു class മാത്രമേ ഉള്ളൂ, no order. And Phaeophyceae, that is brown algae, it is divided into 9 orders. Rhodophyceae or red algae, it is divided into 7 orders. Then next is Mixophyceae or blue-green algae or Cyanophyceae, that is divided into 5 orders. Then next is അപ്പൊ ഇതാണ് 11th ക്ലാസിഫിക്കേഷൻ. ആൻഡ് 12th വണ്ണും കൂടെ ഒരെണ്ണം പറയുന്നുണ്ട്, നെമാറ്റോഫൈസിയ എന്നാണ്, ഫോസിൽ ആൽഗയാണ്. അപ്പൊ അത് മോസ്റ്റ്ലി ഫോസിലൈസ്ഡ് ഫോം ആയതുകൊണ്ട് മെൻഷൻ ചെയ്യാറില്ല. 11th ദാറ്റ് ഈസ് ഏർലിയർ ഫോംസ് മുന്നേ കണ്ടിരുന്നതാണ്, ഫോസിൽ ഫോംസ് ആണ്, അതിനെ നെമാറ്റോഫൈസിയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഫിഷിന്റെ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ആൻഡ് ഹി ക്ലാസിഫൈഡ് ആൽഗെ ഇൻ ടു മെയിൻലി 11 ക്ലാസ്സസ്. ഓക്കെ, 11 ക്ലാസ്സസ്. അതിൽ എല്ലാം തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൾ റൈറ്റ്. അപ്പോൾ ഒരെണ്ണം മാത്രം നോ ഓർഡർ ഇല്ല. അപ്പോൾ ഓർഡർ ഇല്ലാത്തത് ഏതാണ്?
യുഗ്ലീനിയോഫൈസിയെ ക്ലാസ് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഇസ് നോട്ട് അഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു ചെറിയൊരു ക്ലാസ് ആണ്. അപ്പൊ അത് വീണ്ടും ഓർഡർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് ഇതിൽ നോക്കാനുള്ള ക്യാരക്ടർ. യുഗ്ലീനിയോഫൈസിയെ ആൻഡ് ദിസ് 11 ക്ലാസ്സസ്, അതിന്റെ പേര്, അതിന്റെ കോമൺ നെയിം. അപ്പൊ ഇതില് ദീസ് ആൽഗയുടെ, അപ്പം ക്ലോറോഫൈസിയെ എന്ന് പറയുന്നത് ഗ്രീൻ ആൽഗയുടെ പേര് ക്ലോറോഫൈസിയ, അങ്ങനെ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഇനിയിപ്പോ ഇതില് ഓരോ ആൽഗയുടെ ജനറൽ ക്യാരക്ടേഴ്സ്, അതായത് ഈ എഫിഷ്യന്റ് ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ക്ലാസ്സസ് എങ്ങനെയൊക്കെയാന്ന് നോക്കാം. ഒരു ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറയാനുണ്ട്. അപ്പം അത് ക്ലോറോഫൈസിയെ പേരിൽ തന്നെ അറിയാം, ക്ലോറോ മീൻസ് ഗ്രീൻ കളേർഡ് അല്ലെങ്കിൽ ഗ്രീൻ ആൽഗെ ആണ് ക്ലോറോഫൈസിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലോറോഫൈസിയെ ക്യാൻ ബി എവിടെയൊക്കെ കാണാൻ പറ്റും? Mostly these chlorophyceae are aquatic in the sense they are marine and freshwater. Mostly freshwater ആണ്, and ചിലത് മാത്രമേ ടെറസ്ട്രിയൽ ഫോംസിൽ കാണുന്നുള്ളൂ. And these are eukaryotic ആണ്, and these cellulosic cell wall ആണ് കാണുന്നത്. അപ്പൊ ഇത് യൂണിസെല്ലുലാർ ആണ്. യൂണിസെല്ലുലാർ ടു മൾട്ടിസെല്ലുലാർ. ഹെട്രോട്രൈക്കസ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച്ഡ് ആയിരിക്കും. യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ അറിയാലോ, സിംഗിൾ സെൽഡ്. മൾട്ടിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സെൽ ഡിവിഷൻ നടന്ന ഒരു, അപ്പൊ മൾട്ടി സെല്ലുലാർ ആയിട്ടായിരിക്കും കാണുക. ആൻഡ് ടു ഹെട്രോട്രൈക്കസ് എന്ന് പറയുന്നത് ഇത് ഫിലമെന്റസ് പോലെ തന്നെ ഇങ്ങനെ ബ്രാഞ്ച്ഡ് ആയിട്ട് ഫിലമെന്റസ് ആൻഡ് ബ്രാഞ്ച്ഡ് സ്ട്രക്ചർ ആയിരിക്കും കാണുന്നത്. പിന്നെ അതുപോലെ ഫിലമെന്റസ്, സ്പൈറോഗേറ, യുലോത്രിക്സ് എന്ന് പറയുന്ന ആൽഗയൊക്കെ എക്സാമ്പിൾ. ഓക്കെ, then pigments main ആയിട്ട് the chief pigments includes chlorophyll A, B, alpha, beta, gamma carotenes. Alpha, beta, gamma കൂടി ഉണ്ട്. alpha, beta, gamma carotenes. then പിന്നെ ഒരെണ്ണമാണ് lycopene and xanthophyll. അപ്പൊ the pigments important ആണ്. ഈ ആൽഫ, ബീറ്റ, ഗാമ കെറോട്ടീൻസ് കാണുന്നത് ഏതിലാണ്? ക്ലോറോഫൈസിയെ. ഓക്കെ, പിന്നെ ഇതിന്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് മെയിൻലി സ്റ്റാർച്ച് തന്നെയാണ് കോമൺലി കാണുന്നത്. റെയർ ആയിട്ടേ ബാക്കി ഓയിലൊക്കെ കാണുള്ളൂ. ഇപ്പൊ സ്റ്റാർച്ചിനെ എലാബറേറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് കാണുന്ന ഫോമിനെയാണ് പൈറനോയിഡ്സ്. അപ്പൊ പൈറനോയിഡ്സ് ആർ പ്രസന്റ് ഇൻ സൈനോഫൈസിയയിൽ കാണുന്നതാണ് എന്തെന്ന്? പൈറനോയിഡ്സ്. Then flagella, this locomotile structure, flagella is seen. Flagella, with the help of the flagella, they move. Flagella, they are motile ആണ്. അപ്പൊ ഈ flagella maybe that is single item, അല്ലെങ്കിൽ രണ്ടെണ്ണം ഐറ്റം, അതിന്റെ പൊസിഷൻ അത് ഓരോരോ ക്ലാസ്സസിൽ ഓരോ ടൈപ്പ് ആയിരിക്കും കാണുന്നത്. അപ്പൊ എനിവേ ദിസ് ക്ലോറോഫൈസിയൽ ഫ്ലജല്ല ഉണ്ട്, ഫ്ലജലേറ്റഡ് ഫോംസ് ആണ്. ആൻഡ് സം ഓഫ് ദം ആർ ഹാവിങ് ഈക്വൽ ഫ്ലജല്ല. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടും ഒരേപോലെ, അല്ലെങ്കിൽ ചുറ്റും ഫ്ലജല്ല ഉണ്ടെങ്കിൽ അതെല്ലാം ഒരേ ലെങ്ത് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഫ്ലജല്ലേനെയാണ് ഐസോകോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ദെൻ സെൽ വാൾ ഉണ്ടെന്ന് പറഞ്ഞു. സെൽ വാള് യുക്കാരിയോട്ടിക് ആണ്, അതുകൊണ്ട് തന്നെ സെൽ വാൾ ഉണ്ട്. അപ്പൊ സെൽ വാൾ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസിക് സെൽ വാൾ ആണ് കാണുന്നത്. ആൻഡ് റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതിന് മുന്നേ തന്നെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. Sexual reproduction is by the formation of zoospores അല്ലെങ്കിൽ aplanospores ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് then sexual reproduction നടക്കുന്നുണ്ട്. that is isogamy, anisogamy and advanced form ആണ് oogamous reproduction. ഐസോഗമി, അനൈസോഗമി ആൻഡ് ഊഗമി, അത് റീപ്രൊഡക്ഷനിൽ പറയാനുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പം അബൌട്ട് ദിസ് വെജിറ്റേറ്റീവ് ആൻഡ് അസെക്ഷൽ സ്പോർസ് ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. ആൻഡ് അപ്പം റീപ്രൊഡക്ഷൻ ഇത് വെജിറ്റേറ്റീവ്, അസെക്ഷൽ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. And examples for chlorophyceae, commonly കാണുന്ന എക്സാമ്പിൾസ് ആണ് നമ്മുടെ വോൾവോക്സ്, ക്ലാമഡോമോണസ്, പാൽമെല്ല, ദെൻ ക്ലഡോണിയ റെയർ ആയി കാണുന്നതാണ്, ക്ലാഡോഫോറ, യുളോത്രിക്സ്, അൾവ, അങ്ങനെ പറയുന്ന ആൽഗികളാണ് കൂടുതലും. കൊളർപ്പ, കൊളർപ്പ ബീച്ചിലൊക്കെ കാണുന്നതാണ്. അതുപോലെ തന്നെ ഈ അൾവ എന്ന് പറയുന്ന ആൽഗെ, സ്പൈറോഗേറ ദാറ്റ് ഈസ് ഫിലമെന്റസ് ആയിട്ടുള്ള ആൽഗയാണ്. അപ്പം ദീസ് ആർ ദി സം എക്സാമ്പിൾസ് ഫോർ
ക്ലോറോഫൈറ്റ്സ്. എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്നത് ബിലോങ്സ് ടു വിച്ച് ക്ലാസ് എന്ന് ചോദിക്കാറുണ്ട്. The next is Xanthophyceae, also known as yellow green algae. Xanthophyceae, it is also known as yellow green algae. Xanthophyceae, അപ്പം ഇത് മോസ്റ്റ്ലി ഫ്രഷ് വാട്ടർ ഫോംസ് ആണ്. ആൻഡ് സം ഓഫ് ദം ആർ മറൈൻ യൂണിസെല്ലുലാർ ഫോംസ് ഉണ്ട്, മൊട്ടൈൽ ഫിലമെന്റസ് ഫോംസ് ഉണ്ട്, ക്ലോറോഫിൽ എ, ഇ, ബി, ബീറ്റ കരോട്ടിൻ, സാന്തോഫിൽ നിയോസാന്തിൻ ആൻഡ് വയോലോസാന്തിൻ. എവിടെയാണ് കാണുന്നത്? നിയോസാന്തിൻ ആൻഡ് വയോലോസാന്തിൻ ഇൻ Xanthophyceae. Xanthin, neoxanthin, vialoxanthin, xanthophyll is present in the Xanthophyceae. Okay, reserve food materials കാണുന്നുണ്ട്. Reserve food material is in the form of oil. Oils, സ്റ്റാർച്ചും പൈറനോയിഡ്സും ഇവിടെ ഇല്ല. പകരം എന്താണ് കാണുന്നത്? ഓയിൽ. ഓക്കെ, ചീഫ് പിഗ്മെന്റ്സ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. നിയോസാന്തിൻ, വയാലോസാന്തിൻ, ആൽഫ ബീറ്റ കരോട്ടിൻ കൂടാതെ. സെക്ഷൽ റീപ്രൊഡക്ഷൻ. Then pyrenoids absent ആണ്. That is an important character in the Xanthophyceae. Xanthophyceae pyrenoids ഇല്ല, പകരം എന്തെന്ന റിസർവ് ഫുഡ് മെറ്റീരിയൽ നമ്മളിവിടെ ഓയിൽ അല്ലേ കാണുന്നത്. ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഐസോഗമി, അനൈസോഗമി ആൻഡ് ഊഗമി. സെൽ വാൾ കാണുന്നുണ്ട്. It is made up of pectin. And flagellated forms കാണുന്നുണ്ട്. Flagella, രണ്ട് unequal flagella, that is heterocont എന്നാണ് പറയുന്നത്. Okay. The next about reproduction പറഞ്ഞു, isogamy and isogamy and oogamy forms of sexual reproduction കാണുന്നുണ്ട്. Vegetative and asexual reproductionും നടക്കുന്നുണ്ട്. And example is Vaucheria. Vaucheria important ആണ്. Vaucheriയുടെ എക്സാമ്പിൾ. Vaucheria belongs to which class എന്ന് ചോദിച്ചാൽ Xanthophyceae വരുന്നത്. അതിന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് Vaucheria. പിന്നെ പറയുന്ന എക്സാമ്പിൾസ് ആണ് ഹാലോസ്ഫിയറ, ട്രൈബോ നീമ, Chlorobotus, Botridium. These are the examples from Xanthophyceae. Then third classification is Chrysophyceae, mostly freshwater, few are marine forms, and they are unicellular, motile. Pigments are present, that is chlorophyll A and C, beta carotene and phycochrysine. Chrysophyceae എന്ന പേരില് അപ്പോൾ phycochrysine is present. Important pigment. And reserve food material is leucosin, fats, chrysolaminarin കാണുന്നത് in the Chrysophyceae. Pyrenoids ഇവിടെയും ഇല്ല. സെൽ വാൾ ഉണ്ട്. സിലിക്കേഷ്യസ് ആണ്, അല്ലെങ്കിൽ കാൽസിഫൈഡ് പ്രസൻസ് ഓഫ് സിലിക്ക, സെല്ലുലോസ് ഇല്ല. ഫ്ലജല്ല ഉണ്ട്, അണീക്വൽ ഫ്ലജല്ല ആണ് കാണുന്നത്. വെജിറ്റേറ്റീവ്, അസെക്ഷൽ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. എക്സാമ്പിൾ ഇസ് പ്രൈമേൻസിയം. പിന്നെ ഈ പറയുന്ന സൈന്യൂറ ഇമ്പോർട്ടൻ്റ് ആണ്. സൈന്യൂറ. ഓക്കെ, see this is Cyanura. The next class is Basilariofaceae. It is also known as golden brown algae, diatoms. It is cosmopolitan in distribution. സീയിലൊക്കെ മേജർ ആയിട്ട് കാണുന്നതാണ്. പിന്നെ ഫ്രഷ് വാട്ടർ ഫോംസും കുറച്ചൊക്കെ ഉണ്ട്. ഈവൻ സോയിൽ ടെറസ്ട്രിയൽ ഫോംസ് എല്ലായിടത്തും കാണുന്നതാണ്. യൂണിസെല്ലുലാർ ആണ്, കൊളോണിയൽ ഫോംസ് ഉണ്ട്. പിഗ്മെന്റ്സ് ക്ലോറോഫിൽ എ, സി, ബീറ്റ കരോട്ടിൻ, ഫ്യൂക്കോസാന്തിൻ, ഡയറ്റോക്സാന്തിനിൻ. Okay, diatoxanthin and diatoxanthin. Reserve food materials, fats and volutin bodies കാണുന്നത് ഡയറ്റത്തിലാണ്. വൊളൂട്ടിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഇതിന്റെ സെൽ വാൾ ഡയറ്റമേഷ്യസ് എർത്ത്, അതിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ആ ഒരു വാട്ടർ ബോഡിയുടെ അടിത്തട്ടിനെയാണ് ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സെൽ വാൾ, ഇതിന്റെ സെൽ വാൾ എങ്ങനെയാന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സിലിക്കേഷ്യസ്.
സിലിക്കയുടെ ഡെപ്പോസിറ്റ് സിലിക്ക, അതുപോലെ ഔട്ടർ ലെയറിൽ സിലിക്കയും ഇന്നർ വാളില് പെക്റ്റിക് ലെയറുമാണ് കാണുന്നത്. ആൻഡ് അപ്പൊ ഈ സിലിക്ക ഉള്ളത് തന്നെ ഇതിന്റെ സർഫസ് റഫ് ആയിട്ടായിരിക്കും. ഇതിന്റെ എക്കണോമിക്കലി വെരി ഇമ്പോർട്ടന്റ് ആണ് ഡയറ്റംസ് എന്ന് പറയുന്നത്. ആൻഡ് പൈറനോയിഡ്സ് പ്രസന്റ് ആണ്. ഓക്കെ, ദെൻ ഫ്ലജല്ല കാണുന്നുണ്ട്. ഇറ്റ് സിംഗിൾ ഫ്ലജല്ല ആണ്. And reproduction takes place by cell division and oxospore formation reproduction in algae പറയാം. Then next is Cryptophyceae. It is also known as brown algae. Cryptophyceae freshwater forms, marine forms ഉണ്ട്. യൂണിസെല്ലുലാർ ആന്റീരിയർ ഗ്രൂവ് അല്ലെങ്കിൽ പോക്കറ്റ് കാണുന്നതാണ് ഈ ക്രിപ്റ്റോഫൈസിയയില്. പിഗ്മെന്റ്സ് ഡയറ്റോസാന്തിൻ, ഫൈക്കോവെറിത്രിൻ കാണാൻ പറ്റുന്നതാണ് ഈ ക്രിപ്റ്റോഫൈസിയെ. പൈറനോയിഡ്സ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്. സെൽ വോൾ ഇല്ല, സെൽ വോൾ ആർ ആബ്സെന്റ്. ഫ്ലജല്ല ബൈഫ്ലജല്ലേറ്റഡ് ആണ്. ഈക്വൽ കാണാം ചിലപ്പം, അല്ലെങ്കിൽ അൺഈക്വൽ ഫ്ലജല്ല ആയിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ, റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ ഫിഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ rare ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഹിയർ ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇസ് റെയർ. ഓക്കെ, ഇപ്പൊ ക്രിപ്റ്റോഫൈസിയുടെ ക്യാരക്ടേഴ്സ് ഇതിൽ ഫൈക്കോവെറിത്രിൻ ഉണ്ട്, സെൽ വോൾ ഇല്ല, ബൈനറി ഫിഷൻ നടക്കുന്നുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഐസോഗാമസ്, റെയർ ആയിട്ട് നടക്കുന്ന റീപ്രൊഡക്ഷൻ ആണ്. These are the examples. Cryptomonas, Chromonas, Rhodomonas ഒക്കെയാണ്. Cryptomonas 1, 2 is Chromonas, and third one is Rhodomonas. The next is Dinophyceae അല്ലെങ്കിൽ Dinoflagellate. They are dark yellow അല്ലെങ്കിൽ brown in color. Mostly marine forms ആണ് Dinoflagellates. Unicellular branched filamentous forms കാണുന്നുണ്ട്. ഇവിടത്തെ പിഗ്മെന്റ് എന്ന് പറയുന്നത് സാന്തോഫിൽ, പെരിഡിൻ, നിയോപെരിഡിൻ എക്സെട്ര. നിയോപെരിഡിൻ, പെരിഡിൻ അതെല്ലാം ഇമ്പോർട്ടന്റ്. Rest of food material is starch, and discoid chromatophores are present here. സെൽ വാൾ ഉണ്ട്, സെല്ലുലോസിക് ആണ്, ബൈഫ്ലജലേറ്റഡ് ആണ്. ആൻഡ് റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ റെയർ ആയിട്ടേ കാണുന്നുള്ളൂ. ഐസോഗമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ. ദീസ് ആർ ദി എക്സാമ്പിൾസ്. എക്സാമ്പിൾ നോട്ടുലിക്ക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നോട്ടുലിക്ക, ഡൈനോഫൈസസ്, പോറോസെൻട്രം, ടെട്രാഡിനിയം. ഓക്കെ, the next is Chloromonidae. Bright green color ആണ്, ഫ്രഷ് വാട്ടർ ഫോംസ് ആണ്, മൊട്ടൈൽ സെൽസ് ആണ് കാണുന്നത്. മൊട്ടൈൽ യൂണിസെല്ലുലാർ ആണ് സ്ട്രക്ചർ. ആൻഡ് പിഗ്മെന്റ് ക്ലോറോഫിൽ, സാന്തോഫിൽ ഇമ്പോർട്ടന്റ് ആണ്. പൈറനോയിഡ്സ് ആബ്സെന്റ് ആണ്. ഫ്ലജല്ല ബൈഫ്ലജല്ലേറ്റ്. റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ സെൽ ഡിവിഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ is absent in Chloromonidae. സെക്ഷൽ റീപ്രൊഡക്ഷൻ is absent, ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണ്. എക്സാമ്പിൾ Vacuolaria. The next is Euglenoophyceae. Pure green color ആയിരിക്കും Euglenoophyceae എന്ന് പറയുന്നത്. ആൻഡ് അതിലൊരു ഓർഡറും ഇല്ല. Euglenoophyceae ഒരു ചെറിയ ക്ലാസ് ആണ്. ആൻഡ് ഫ്രഷ് വാട്ടർ ഫോംസ് ആണ് കാണുന്നത്. യൂണിസെല്ലുലാർ ആണ്. പിഗ്മെന്റ്സ് ബീറ്റ കരോട്ടിൻ, ആസ്റ്റസാന്തൈൻ, ഡയാസാന്തൈൻ, നിയോസാന്തൈൻ എന്ന് പറയുന്ന പിഗ്മെന്റ്സ് ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് റിസോർട്ട് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന പോളിസാക്കറൈഡ് ആൻഡ് പാരാമിലോൺ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? പാരാമിലോൺ. ഓക്കെ, റിസോർട്ട് ഓഫ് ഫുഡ് മെറ്റീരിയൽ പാരാമിലോൺ. പിന്നെ അതുപോലെ പൈറനോയിഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് യൂഗ്ലിനോഫൈസിയയിൽ കാണുന്നുണ്ട്. പ്രോട്ടീനേഷ്യസ് സെൽ വോൾ ആണ്. Another character is proteinaceous cell wall, and flagella present ആണ് Euglenoophyceae. Okay, then next, reproduction takes place by cell division. Sexual reproduction rare ആയിട്ടാണ് കാണുന്നത്. ഉണ്ടെങ്കിലും തന്നെ ഐസോഗാമസ് റീപ്രൊഡക്ഷനെ കാണുള്ളൂ. ഓക്കെ,
ദെൻ അപ്പൊ ഇത് ഈ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പം ഇതിങ്ങനെ ജനറലി വായിച്ചുകൊണ്ട് പോയാൽ ബോറായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ പറയുന്നത് ഇതിപ്പം ഇതിൽ ഓരോന്നിലും ഓരോ ചിലത് ഞാൻ ഇത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ് അത് ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറഞ്ഞില്ലേ, അത് മാത്രം എടുത്തിട്ട് അത് മാത്രം ഇങ്ങനെ 3-4 ദിവസമൊക്കെ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാലേ അത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. അപ്പം അത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് ഇതിന്റെ എക്സാമ്പിൾസും പിഗ്മെന്റ്സും അതുപോലെ ഓരോരോ ക്ലാസ്സിൽ സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഒഴിവാക്കാതെ പഠിച്ചെടുക്കുക. ഓക്കെ. The next is Phaeophyceae, also known as brown algae. Brown algae, they are marine. Marine മാത്രമേ ഉള്ളൂ. Okay. Then ഇതിന്റെ സ്ട്രക്ചർ അതായത് മൾട്ടിസെല്ലുലാർ ഫോംസ് ആണ്. ജെയിന്റ് സീവീഡ്സ്, അതായത് സർഗാസോ സീ എന്നൊക്കെ പറയുന്നില്ലേ, ഈ സീവീഡ്സിനെ ബ്ലോക്ക് ദാറ്റ് ഇസ് കപ്പലിനെ ബ്ലോക്ക് ചെയ്യാൻ മാത്രം അത്രയും വലിയ സീവീഡ്സ് ആണ് കാണുന്നത്. They belongs to brown algae. Main pigments is chlorophyll A, C, beta carotene and xanthophyll. Xanthophyll ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള pigment present in Phaeophyceae. Okay, xanthophyll. Then next is about cell wall, polysaccharides. Cell wall, it is made up of polysaccharides, alginates, and fucose containing sulfated polysaccharides are present. Reserve food material important ആണ്. മാനിറ്റോളും ലാമിനാരിനും ഓയിലും ആണ് reserve food material. Then flagella is motile, laterally attached flagella. എവിടെയാണ് laterally placed flagella ആണ് കാണുന്നത്. Then reproduction is taking place by the formation of zoospores അല്ലെങ്കിൽ fragmentation നടക്കുന്നുണ്ട്. Sexual reproduction, isogamy, anisogamy, oogamy നടക്കുന്നുണ്ട്. ഓക്കെ, അഡ്വാൻസ് ഫോം ആണ് അസെക്ഷൽ, ഊഗമി, ഐസോഗമി, അനൈസോഗമി, ഊഗാമസ് റീപ്രൊഡക്ഷൻ എല്ലാം ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ലാമിനാരിയ, സർഗാസം, ഡിക്റ്റിയോട്ട, എക്ടോകാർപ്പസ് എന്നിങ്ങനെയുള്ളത്. ഓക്കെ, ലാമിനാരിയ, സർഗാസം, ഡിക്റ്റിയോട്ട, പിന്നെ ഗ്രാസിലേറിയ, ജലീഡിയം, etc. These are the common examples. Then next class is Rhodophyceae. ഏതാണ്? Rhodophyceae. Rhodophyceae ഇത് അത്യാവശ്യം വലിയൊരു ജനറയാണ് Rhodophyceae എന്ന് പറയുന്നത്. അപ്പം ഈ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെഡ് ആൽഗെ. ഫ്രഷ് വാട്ടർ ഫോംസ് ഉണ്ട്, മറൈൻ ഫോംസ് ഉണ്ട്, സെൽ വാൾസ് യൂക്കാരിയോട്ടിക് ആണ്. പിഗ്മെന്റ്സ് ഏതാന്ന് നോക്കാം. മെയിൻ ആയിട്ടുള്ള പിഗ്മെന്റ് ക്ലോറോഫിൽ എ, ഡി, പിന്നെ ബീറ്റാ കരോട്ടീൻ ഉണ്ട്. ബീറ്റാ കരോട്ടീൻ പിന്നെ അതുപോലെ മെയിൻ ആയിട്ടുള്ള പിഗ്മെന്റ് ആണ് ഫ്യൂക്കോസാന്തിൻ, ഫൈക്കോഎറിത്രിൻ, ഫൈക്കോസയാനിൻ എന്ന് പറയുന്നത്. പിന്നെ അനദർ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ഇൻ ദി Rhodophyceae ഈസ് ദ പ്രസൻസ് ഓഫ് റിസർവ് ഫുഡ് മെറ്റീരിയൽ ആസ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ് ഇവിടുത്തെ റിസർവ് ഫുഡ് മെറ്റീരിയൽ, ഇമ്പോർട്ടന്റ് ആണ്. Then cell wall, it is made up of polysaccharide and inner wall is made up of cellulose. Flagellated forms കാണുന്നില്ല, കാരണം വലിയ വലിയ ഫോംസ് ആണ്, അപ്പൊ ഫ്ലാജലേറ്റഡ് ഫോംസ് ഒന്നും ഇല്ല. റീപ്രൊഡക്ഷൻ, അഡ്വാൻസ് ടൈപ്പ് ഓഫ് ഓഗാമസ് റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ തന്നെ ഓഗാമസ് റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത് കാണുന്നത്. എക്സാമ്പിൾ ഇസ് ബെട്രാക്കോസ്പെർമം, പോളിസൈഫോണിയ, ജലീഡിയം, ഗ്രാസിലേറിയ. ഓക്കെ, ഗ്രാസിലേറിയ, ജലീഡിയം ഞാൻ എനിക്ക് തോന്നുന്നു മുന്നേ ഞാൻ ഗ്രാസിലേറിയ ജലീഡിയം പറഞ്ഞു തന്നു. ഇറ്റ് ബിലോങ്സ് ടു Rhodophyceae, സോറി. Then next and the last one is Mixophyceae, also known as Cyanophyceae അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്നത്. ബ്ലൂ ഗ്രീൻ ആൽഗെ, അപ്പൊ ഇത് ബ്ലൂ ഗ്രീൻ ആൽഗെ മോസ്റ്റ്ലി ദേ ആർ ഫ്രഷ് വാട്ടർ. കുറച്ച് മാത്രമേ മറൈൻ ഫോംസ് ഉള്ളൂ. വിത്ത് യൂണിസെല്ലുലാർ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഫിലമെന്റസ് ആയിട്ടുള്ള ബോഡിയാണ് ഇതിൽ കാണുന്നത്. ആൻഡ് അനദർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ, ഇമ്പോർട്ടന്റ് ഫീച്ചർ ഇസ് ബ്ലൂ ഗ്രീൻ ആൽഗെ. ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന്
പറയുന്നത് ബാക്ടീരിയയുടെ ക്യാരക്ടേഴ്സ് ഒക്കെ ഇതിൽ കാണുന്നതാണ്. ദാറ്റ് ഇസ് ദേ ആർ പ്രൊക്കാരിയോട്ടിക്. പ്രൊക്കാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ ദേ ലാക്സ് ഇന്റേണൽ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ്. മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡീസ്, മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഒക്കെ ആബ്സെന്റ് ആണ്. ക്രൊമാറ്റോഫോർസ് പോലെ ചില ന്യൂക്ലിയസ്, വെൽ ഓർഗനൈസ്ഡ് ന്യൂക്ലിയസ് എല്ലാം ആബ്സെന്റ് ആണ്. പിന്നെ അതുപോലെ 70S ടൈപ്പ് ഓഫ് റൈബോസോംസ് ആണ് അതിൽ കാണുന്നത്. ഓക്കെ, സോ പ്രൊക്കാരിയോട്ടിക് നേച്ചർ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ആൻഡ് ഫുഡ് മെറ്റീരിയൽ, pigments, chlorophyll A, xanthophyll, phycoerythrin, ബ്ലൂ കളേർഡ് ആണ്, ബ്ലൂ ഗ്രീൻ ആൽഗെ, ഫൈക്കോസയാനിൻ, ഒരു നീല കലർന്ന പച്ച അല്ലെങ്കിൽ പച്ച കലർന്ന നീല എന്ന് പറയുന്നില്ലേ, അതുപോലെ സയാനിൻ, സയാൻ കളർ, ബ്ലൂ, ഏകദേശം ആ കളർ ആയിരിക്കും ഇതിൽ കാണുന്നത്. ബ്ലൂ ഗ്രീൻ ആൽഗെ, കരോട്ടീൻസ് പ്രസന്റ് ആണ്. ആൻഡ് റിസർവ് ഫുഡ് മെറ്റീരിയൽ സൈനോഫൈസിയൻ സ്റ്റാർച്ച്. സൈനോഫൈസിയൻ സ്റ്റാർച്ച് ആണ് റിസർവ് ഫുഡ് മെറ്റീരിയൽ. എന്നുവെച്ചാൽ ഗ്ലൈക്കോജൻ ആണ്. പിന്നെ അതുപോലെ പ്രോട്ടീൻസും കാണുന്നുണ്ട്. ആൻഡ് സെൽ വാൾ ഇസ് മേഡപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. പെപ്റ്റിഡോഗ്ലൈക്കൻ and flagellated forms absent ആണ്. Asexual reproduction takes place by fragmentation, fission and akinetid formation. Hormogonia, അതായത് ഇന്നോസ്റ്റോക്കനാബിയന ഫോംസിലൊക്കെ കാണുന്നതാണ് ഹോർമോഗോണിയ. അതുപോലെ പ്ലാനോ, ദാറ്റ് ഇസ് സ്പോർസ് ഫോം ചെയ്യുന്ന അഡ്വേഴ്സ് കണ്ടീഷൻ ടൈഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് നോസ്റ്റോക്ക, ദാറ്റ് ഇസ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയസ് ആർ പ്രസന്റ്. ആൻഡ് സോ ഇത് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ അബൌട്ട് ഫ്രിഷിന്റെ 11 ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ 11 ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞു. ക്ലോറോഫൈസിയെ, സാന്തോഫൈസിയെ, ക്രൈസോഫൈസിയെ, ബാസിലേരിയോഫൈസിയെ, ക്രിപ്റ്റോഫൈസിയെ, ഡൈനോഫൈസിയെ, ക്ലോറോമൊണീഡിനിയെ, ഉഗ്ലിനിയോഫൈസിയെ, ഫെയോഫൈസിയെ, റോഡോഫൈസിയെ, നിക്സോഫൈസിയെ. ഓക്കെ, പിന്നെ ഒരെണ്ണം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോസിൽ ആൽഗെ, നെമാറ്റോഫൈസിയെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാം ഇതിന്റെ പേര് പഠിച്ചേക്കുക, അതിന്റെ കോമൺ നെയിം, അതിൽ കാണുന്ന പിന്നെ പഠിക്കാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഇതിന്റെ ദാറ്റ് ഇസ് വെദർ ഇറ്റ് ഇസ് മോസ്റ്റ്ലി ഫ്രഷ് വാട്ടർ, അക്വാട്ടിക്, മറൈൻ, അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻറ്റ് ഇതിലെ മെയിൻ ആയിട്ടുള്ള പിഗ്മെന്റ്സ്, റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, വെദർ ഇറ്റ് ഇസ് ഫ്ലജലേറ്റഡ് ഫോംസ് ഓർ നോൺ ഫ്ലജലേറ്റഡ്, പിന്നെ റീപ്രൊഡക്ഷനിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ട്, ഏതിലാണ് ആബ്സെന്റ്, ഏതിലാണ് പ്രസന്റ്, ഏതിലാണ് അഡ്വാൻസ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആണ് ഇതിൽ നോക്കി വെക്കാനുള്ളത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ഇസ് about the classification proposed by Smith. അപ്പൊ ഇത് സെയിം തന്നെയാണ്, ക്യാരക്ടേഴ്സ് ഒക്കെ ഇവരിങ്ങനെ ക്ലാസിഫൈ ചെയ്തു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ തന്നെ വീണ്ടും ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. ജസ്റ്റ് എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പൊ സ്മിത്ത്, നമ്മൾ പറഞ്ഞു സ്മിത്തിന്റെ ക്ലാസിഫിക്കേഷൻ, ഹി ക്ലാസിഫൈഡ് ദ ആൽഗെ ഇൻ ടു ഡിവിഷൻ ആൻഡ് division which ends in 5A, and again it is categorized into class which has got the suffix Pisceae. Okay, അപ്പൊ ഇതില് സ്മിത്ത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ആൽഗെ ഇൻടു 7 ഡിവിഷൻസ്, ദാറ്റ് ഈസ് ക്ലോറോഫൈറ്റിയെ, യുഗ്ലിനോഫൈസിയെ, പൈറോഫൈറ്റിയെ, ക്ലോറോഫൈറ്റ, യുഗ്ലിനോഫൈറ്റ, പൈറോഫൈറ്റ, ക്രൈസോഫൈറ്റ, ഫെയോഫൈറ്റ, സൈനോഫൈറ്റ ആൻഡ് റോഡോഫൈറ്റ. ഓക്കെ, അപ്പൊ ഈ 7 ക്ലാസിഫിക്കേഷൻ, സ്മിത്തിന്റെ 7 ക്ലാസിഫിക്കേഷൻ പഠിച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഫ്രിഷിന്റെ 11 ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ 7 ക്ലാസിഫിക്കേഷനുമാണ് പഠിക്കാനുള്ളത്. ആൻഡ് ക്യാരക്ടേഴ്സ് ഒക്കെ എല്ലാം ഒരേപോലെയൊക്കെ തന്നെയാണ്. ക്ലോറോഫൈറ്റ ഗ്രീൻ ആൽഗെ, ഫ്രഷ് വാട്ടർ ഫോംസ് ആണ്, ക്ലോറോഫിൽ എ പ്രസന്റ് ആണ്, റിസർവ് ഫുഡ് മെറ്റീരിയൽ സ്റ്റാർച്ച് ആണ്, മുന്നേ പറഞ്ഞ അതൊക്കെ തന്നെയാണ്. എക്സാമ്പിൾസും ഒക്കെ അത് തന്നെ, ക്യാരക്ടേഴ്സ് എല്ലാം അതുപോലെ തന്നെ. യുഗ്ലിനോഫൈറ്റ ഗ്രീൻ ഫ്ലജലേറ്റഡ് ഫോംസ് ആണ് ഇതിൽ കാണുന്നത്. ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ്, പാരമൈലം ആൻഡ് സ്റ്റാർച്ച് ഗ്രാനുൾസ് പ്രസന്റ് ആണ്. യുഗ്ലീന ആണ് എക്സാമ്പിൾ. Then next is Pyrophyta, mostly marine forms ആണ്, photosynthetic. Xanthophyll is present. ക്ലാസ്സസ് 2 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡെസ്മോഫൈസി ആൻഡ് ഡെനോഫൈസി.
Then fourth one is Chrysophyta. Diatoms are included in the Chrysophyta. അപ്പോൾ ഡയറ്റസിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. സിലിക്ക, പെക്റ്റിൻ. സെൽ വാൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് പെക്റ്റിൻ വിത്ത് ദ ഡെപ്പോസിഷൻ ഓഫ് സിലിക്ക പാർട്ടിക്കിൾസ്. റീപ്രൊഡക്ഷൻ ഐസോഗാമസ്, അനൈസോഗാമസ് ആണ് നടക്കുന്നത്. 3 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്രൈസോഫൈസിയെ, സാന്തോഫൈസിയെ ആൻഡ് ബാസിലേരിയോഫൈസിയെ. ഓക്കെ. ദെൻ ഫയോഫൈറ്റ, ബ്രൗൺ ആൽഗെ. അപ്പൊ ഇത് പിഗ്മെന്റ് ഫ്യൂക്കോസാന്തിൻ, ക്ലോറോഫിൽ എ, റിസർവ് ഫുഡ് മെറ്റീരിയൽ ലാമിനാരിൻ മാനിറ്റോളും കാണുന്നുണ്ട് റിസർവ് ഫുഡ് മെറ്റീരിയൽ ആയിട്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. 3 ക്ലാസ് ഉണ്ട്. ഐസോജനറേറ്റ്, ഹെട്രോജനറേറ്റ് ആൻഡ് സൈക്ലോസ്പോറി. Then next one is Cyanophyta or blue-green algae include Cyanophyceae. ഒരു ക്ലാസ്സേ ഉള്ളൂ സൈനോഫൈറ്റയിൽ. സൈനോഫൈസിയ ബ്ലൂ ഗ്രീൻ ആൽഗയുടെ ക്യാരക്ടേഴ്സ് തന്നെയാണ്. പിഗ്മെന്റ്സ് ഫൈക്കോസയാനിൻ, ഫൈക്കോഎറിത്രിൻ, ക്ലോറോഫിൽ എ ആണ് പിന്നെ കാണുന്നത്. റിസർവ് ഫുഡ് മെറ്റീരിയൽ സൈനോഫൈസിൻ, സ്റ്റാർച്ച് ഉണ്ട്. ഫ്ലജലേറ്റഡ് മോട്ടൈൽ ഫോംസ് ആബ്സെന്റ് ആണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. കൈനറ്റിസ്, ഹോർമോഗോണിയ എല്ലാം നടക്കുന്നുണ്ട്. The next is Rhodophyta അല്ലെങ്കിൽ റെഡ് ആൽഗെ. മറൈൻ ഫോംസ് ആണ് ഇതിൽ കാണുന്നത്. നോൺ മൊട്ടൈൽ, വെരി കോംപ്ലെക്സ് ആണ്. ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് മെയിൻ ആയിട്ടുള്ള പിഗ്മെന്റ്. റോഡോഫൈസിയ, റെഡ് ആൽഗെ, ഫൈക്കോ എറിത്രിൻ കളർ, റെഡ് കളർ. അപ്പൊ ക്ലോറോഫിൽ എ ആണ് റിസർവ് ഫുഡ് മെറ്റീരിയൽ. പിന്നെ അതുപോലെ തന്നെ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഗാമസ്. അപ്പൊ ഈ റോഡോഫൈറ്റാസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻറ്റു റോഡോഫൈസിയെ. ഒരു ക്ലാസ്സേ ഉള്ളൂ. എക്സാമ്പിൾ ഇസ് ബട്രാക്കോസ്പെർമം പോളിസൈഫോണിയ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആൽഗയാണ്. ആൻഡ് അതുപോലെ തന്നെ ബട്രാക്കോസ്പെർമം. ആൻഡ് സോ അപ്പം അബൌട്ട് സ്മിത്ത് ആൻഡ് ഫ്രിഷിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് മെയിൻലി ആൽഗൽ ടാക്സോണമിസ്റ്റ് കൺസിഡർ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവര് ആൽഗെ, അതായത് സ്മിത്തും ഫ്രിഷും ഒക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് റീസെന്റ് ട്രെൻഡ്സ് ഇൻ ക്ലാസിഫിക്കേഷൻ. റീസെന്റ് ട്രെൻഡ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ, ക്ലാസിഫിക്കേഷൻ നമ്മൾ ഫംഗൈ മറ്റ് പ്ലാന്റ്സിനെ എല്ലാം ക്ലാസിഫൈ ചെയ്യുന്ന പോലെ ഇവിടെ ദാറ്റ് ഈസ് സെവറൽ സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആൻഡ് ദ ടേം ആൽഗെ വാസ് കോയിൻഡ് ബൈ ലിനിയസ് ക്ലാസിഫൈ ചെയ്ത അന്ന് മുതൽ ഈ ആൽഗയുടെ ക്ലാസിഫിക്കേഷൻ പലരും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡർഡ് ആൽഗൽ ക്ലാസിഫിക്കേഷൻ. നമ്മളിപ്പം ICBN ആണ് ഈ ക്ലാസിഫിക്കേഷൻ അസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ബേസ്ഡ് ദേ ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു ഡിവിഷൻ ആൻഡ് സഫിക്സ് ഫൈറ്റ ആൻഡ് ക്ലാസ് 5CA. ഓക്കെ. അപ്പം ഇത് കൂടാതെ അപ്പൊ ഈ ആൽഗെ ദാറ്റ് ഈസ് 7 to 11 പറഞ്ഞ ഇത് ഈ 7 classification in the Smith and 11 classification in by Frisch ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ it has been divided into 11 divisions. As per the recent trends, these algae are classified into 11 divisions. They are Cyanophycophyta, that is blue-green algae, Chlorophycophyta, that is green algae, Charophyta or stoneworts, Chara എന്ന് പറയുന്ന algae, they are included under Charophyta, stoneworts. Then Eugleniophycophyta, euglenoids include ചെയ്തിരിക്കുന്നത്. Xanthophycophyta, that is yellow-green algae, Chrysophycophyta, golden algae, Basilariophycophyta, diatoms, and Phaeophycophyta, brown algae, and Pyrophycophyta, and Cryptophycophyta, and Rhodophycophyta, and that is red algae.
അപ്പൊ ഇങ്ങനെ ഈ ക്ലാസിഫിക്കേഷൻ 11 ക്ലാസിഫിക്കേഷൻസ് ചെയ്തിരിക്കുന്നത് അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോണ്ട, ഈ ക്ലാസിഫിക്കേഷൻ മാത്രം പഠിച്ചാൽ മതി. കാരണം അത് ഓരോരോ ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ട് അതിനെ ഫൈലോജനറ്റിക് ബേസ്ഡ് ഓൺ ദ എവല്യൂഷണറി ക്യാരക്ടേഴ്സും പിന്നെ അതുപോലെ DNA അത് കോഡിങ്ങും എല്ലാം ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിനെ ഏതിലാ കാറ്റഗറൈസ് ചെയ്യണം എന്നെല്ലാം നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കിയിരുന്നത് ഫൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കിലെ ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ജനറൽ ക്യാരക്ടേഴ്സ് പറഞ്ഞിട്ടില്ല. ആൽഗയുടെ ക്ലാസിഫിക്കേഷൻ മാത്രമേ നമ്മളിപ്പോൾ ഡീൽ ചെയ്തിട്ടുള്ളൂ. ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ ബൈ ഫ്രിഷിന്റെയും സ്മിത്തിന്റെയും ക്ലാസിഫിക്കേഷൻ ആണ് നോക്കിയിരിക്കുന്നത്. അവർക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ആൻഡ് അതിന്റെ പേരുകളൊക്കെ കുറെ എല്ലാം കൂടെ ഒരുമിച്ച് കേട്ടിട്ട് കൺഫ്യൂഷൻ ആക്കരുത്. ഇതെല്ലാം എഴുതി ഓർത്ത് കണക്ട് ചെയ്ത് പഠിക്കുക തന്നെ വേണം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.